ഹലോ, ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാ വീട്ടിലെയും മോർണിംഗ് റൊട്ടീൻ ഇന്ന് ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും. മക്കൾ എത്ര വിളിച്ചാലും അവരെണീക്കാൻ പോകുന്നില്ല. രാനു മോനെ മോനെ അവൻ കേൾക്കുന്നുണ്ട്, കേൾക്കാത്ത പോലെ കിടക്കുക. ശനി ഞായറും നമ്മൾ എണീക്കുന്നതിനെക്കാട്ടി മുന്നേ എണീറ്റിട്ട് താഴെ പോയി കളിക്ക് തുടങ്ങുന്ന ആളാണ്. ഇന്ന് സമയമായിട്ടും എണീക്കുന്നില്ല. രാനു എണീക്കേ, ഏകദേശം 8:15 9:30 ആകുമ്പോഴെങ്കിൽ ഇവനെയും കൊണ്ടൊന്ന് ഇറങ്ങാം. ഇനി ഇവനെ എണീപ്പിക്കാൻ ഒരു ട്രിക്ക്. എന്നതാ ഒരാൾ കാണാൻ വന്നിട്ട്, ഞാനതാ നെയ്മ വന്നിട്ട്, നെയ്മതാ റാനുവിനെ കാണാൻ വന്നിട്ട്. അവിടെ എവിടെ എണീക്കടാ, വീടല്ല ഉള്ളത്, താഴെയുള്ള നെയ്മ് താഴെയുള്ള എണീക്ക് എണീക്ക്. എണീക്ക് പോന്ന ഷമിയ, എത്ര മണിയായെന്നറിയോ? എനിക്ക് പൊന്നോ പൊന്നോ. ഇന്നലെ മാണ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. കാണിച്ചു കൊടുത്ത വീഡിയോ എന്റെ കുങ്ങിച്ചി, നമ്മൾ ഇന്നലെ വാങ്ങിയ കുങ്ങിച്ചി. നമസ്കാരം പറയുന്നു പറഞ്ഞു. കുങ്ങിച്ചി ഗുഡ് മോർണിംഗ്. നെയ്മ എവിടെയെന്ന് അന്വേഷിക്കല. പല്ല് കഴിക്കുന്നതിൻ്റെ ഇടയിലാ അവൻ്റെ പാപ്പൻ പോകുന്ന ഒച്ച കേട്ടത്. അപ്പത്തേക്ക് ഓടിപ്പോയി. എപ്പോഴും അവനൊരു ടാറ്റ കൊടുത്താൽ ഇവനൊരു സമാധാനമാവും. ഇനിയിപ്പോൾ പാപ്പനെ യാത്ര അയച്ചിട്ട് അകത്തോട്ട് കയറി വരും. അതുവരെ ഇനി അവൻ പോകുന്ന വഴി വരെ നോക്കി നോക്കും. ഓക്കെ, ഇനി നമുക്ക് തലയിൽ കുറച്ച് എണ്ണ ഇടാം. അമ്മ മതിയാക്കി നിക്ക് നിക്ക് നിക്ക്. കുട്ടിക്ക് ഉറങ്ങി ക്ഷീണം എണ്ണയിടുമ്പോഴും ചാരിക്കെടുക്കുക. ഇനിയാണ് യുദ്ധം. കുറേ കള്ളക്കഥകൾ പറഞ്ഞാൽ ഇനി ഈ ഫുഡൊന്നും അകത്തോട്ട് പോകുള്ളൂ. ഈ ഫുഡ് അകത്തോട്ട് എത്തിക്കാൻ ഇനി കാട്ടിലുള്ള പുലിനെയും മുള്ളംപന്നീനെയും ഒക്കെ ഞാൻ നാട്ടിലോട്ട് എത്തിക്കും. ഈ കടലെടുക്ക്, ഈ കഷ്ണപ്പം എടുക്ക്. ഇതാണ് ഈ പറയുന്ന പോലെ കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. സ്കൂളിൽ പോകാൻ നേരത്ത് കരയിച്ച് വിട്ടാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ആ പറയുന്ന പോലെ കേൾക്കും. അവനത് കഴിക്കുമ്പോഴത്തേക്കും സ്നാക്ക് ബോക്സ് പാക്ക്. ഞാൻ ആപ്പിൾ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, ചെറിയ ചൂടുവെള്ളത്തിൽ. അപ്പോൾ ആപ്പിൾ കറുത്തു പോവില്ല. കളറ് മാറിയാൽ എൻ്റെ മോൻ്റെ മൂഡ് മാറും, പിന്നെ തിന്നാണ്ട് കൊണ്ടുവരും.
ചോറിടലിന് കാവൽ നിൽക്കുന്നുണ്ട്. ഇനി അവൻ പറയുന്ന അതേ അളവിൽ ചോറിടണം, അല്ലെങ്കിൽ അതായിരിക്കും അടുത്ത പ്രശ്നം. ഇല്ല, കുറച്ചേ ഉള്ളൂ അത് അതാ അത്രയേ ഉള്ളൂ. എന്നാ മാറ്റാം. ആ, അടുത്ത പരാതി അമ്മ എന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി കളിയില്ല, നിൽക്കണ്ടു. ഇനി അമ്മ ഇവിടെ പോവാനോ? അത് നിൽക്കും. എൻ്റെ മോന് കറി ഒട്ടും പറ്റില്ല. ഇങ്ങനെ കക്കിരിയും വറവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കഴിച്ചോളൂ. കറിയൊക്കെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ എരിയുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ചോറ് മൊത്തം ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ആ ഗുസ്തി കഴിഞ്ഞു. ഇനി അടുത്തത് കള്ളക്കറി തുടങ്ങാം. പുലിക്കും പോലും മന്നിക്കൊക്കെ ഇനി നാട്ടിലേക്ക് ഇറങ്ങാൻ സമയമായി. എങ്ങനെയോ അമ്മ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ വണ്ടി പോകുന്നേ. അങ്ങനെ നോക്കുമ്പോൾ കനാലിന് എന്തോ ഒച്ച അന്നേരം അമ്മ അറിയോ അത് പിന്നെ എന്താ ഒച്ച. അങ്ങനെ നോക്കുമ്പോൾ എന്താ ആ മുള്ളമ്പന്നി നീ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടപടപ്പേ വെച്ചാൽ മുള്ളമ്പന്നി അടുത്തെത്തി. അപ്പത്തേക്ക് കുട്ടികൾ അച്ഛൻ ബാക്കിൽ കുട്ടികൾ അച്ഛൻ വന്ന് കുട്ടികളെ മുമ്പിൽ നിന്ന് അങ്ങനെ കുട്ടികളെ അതിന് കുട്ടികളെ മുമ്പിൽ അച്ഛൻ വന്ന് അപ്പം പറഞ്ഞ് സ്പീഡിൽ വന്ന് കുട്ടികൾ അടുത്ത് പറഞ്ഞ് അന്നേരോ അപ്പോൾ അച്ഛൻ അവർ പറയുന്ന പ്രശ്നം ആ പറയുന്നത് മറ്റേ തല മണ്ടത്തിൽ കൊടുത്ത് അപ്പം മുള്ളമ്പന്നി തോന്നിട്ട് വീണു. അപ്പോൾ അച്ഛനും മക്കളും എല്ലാം ഓടി മേലെ ഓടി കയറി വീട്ടിൽ കയറി മുള്ളമ്പന്നി ദേശമല്ലേ നമുക്ക് ദേശമല്ലേ തലച്ചാരി മുള്ളമ്പന്നി അപ്പം മുള്ളമ്പന്നി അച്ഛനും അമ്മയെല്ലാം കൂട്ടി വന്ന് ഇവരെ വീട്ടിൽ പോയി കയറിക്കണം. അങ്ങനെ പോകുമ്പോൾ കാണാം എന്താ ഇങ്ങനെ കയറുമ്പോൾ വലിയൊരു പുലി. ആ പുലി ഉണ്ടല്ലോ, പുലി നോക്കുമ്പോൾ കാണാം കുട്ടികൾ അടുത്ത് വരുന്നു. അപ്പം മുള്ളമണി കുട്ടികൾക്ക് ഞങ്ങൾ കുട്ടികൾക്ക് പുലിയാകുമ്പോൾ പഠിച്ചു തന്നൂരേ. അപ്പം മുള്ളമണി പോയി മുമ്പിൽ പോയ മുള്ള കൊണ്ട് മുള്ളമണിനകത്ത് ഇഷ്ടമില്ലാത്ത കുളിക്കത്തെ പറ്റില്ല കുളിക്കിട്ട് തന്നെയാണ്. അപ്പം നോക്കുമ്പോൾ ആ കുട്ടികൾ അച്ഛൻ കണ്ടു മുള്ളമണി പുലി കണ്ടു. ഇവൻ കഴിച്ചു തീരുന്നവരെ ഒരു കഥ തുടങ്ങിയാൽ അത് വലിച്ചു നീട്ടേണ്ട പാടെ എനിക്കറിയാം. ഞാനിങ്ങനെ ആഡ് ചെയ്ത് ഇതെവിടെയൊക്കെയോ എത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഞാൻ പറയുന്നൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ആ ആകാംക്ഷയിൽ അറിയാണ്ട് കൊടുക്കുന്നതൊക്കെ കഴിച്ചു പോകുന്നുണ്ട്. ഫോറസ്റ്റ് വന്ന് മയക്കോടി നോക്കുന്നു. മയക്കോടി ഇങ്ങനെ കുത്തി വെച്ചു ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ ബാക്കിൽ പോയി കുത്തിയിട്ട് കുട്ടിയിട്ട് അവിടെ സ്പീഡ് വണ്ടി പോയി കണ്ണോട്ട് കാട്ടിലോട്ട് പോയി പുലിന. ഇവൻ കഴിച്ചു തീരുമ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് വിശക്കും. പക്ഷെ എനിക്ക് കഴിക്കാൻ സമയമില്ല. ഇവനെ കൊണ്ടാക്കി വന്നിട്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ പറ്റും. ഞാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ലേറ്റ് ആവും. കുളി കഴിഞ്ഞ് മുണ്ടെടുത്തിട്ടല്ലാതെ ഞങ്ങൾ റൂമിലേക്ക് വരില്ല. ആ മുടുക്കനായി. അപ്പോഴത്തേക്കും മഴ തുടങ്ങി. അതടുത്ത ടെസ്റ്റ്. അപ്പോഴത്തേക്കും അവൻ്റെ മൂഡ് മാറി. ചെറുങ്ങനെ പെയ്തുകൊണ്ടെന്നോ ഞങ്ങൾ ഇറങ്ങാനാകുമ്പോഴത്തേക്കും നല്ലോണം പെയ്തു. അങ്ങനെ സ്കൂളിലെത്തി ഒരുവിധം. സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. 9:45 എത്തിക്കണമെന്ന് എപ്പോഴും സിസ്റ്റർ പറയാറുണ്ട്. എങ്കിൽ ഇവനെ മാറ്റിച്ചെത്തുമ്പോഴത്തേക്കും 10 മണിയാവും. 10 മണിക്കാണ് ക്ലാസ് തുടങ്ങാറ്. ഇപ്പം എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മഴയായതുകൊണ്ട് കുറച്ച് നേരം കയറിയിരുന്നു. എന്നാലും അവനിതിന്ന് കളിച്ചിട്ടേ ഇറങ്ങുള്ളൂ. സിസ്റ്ററാണെങ്കിൽ ബാക്കിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി, വാ ക്ലാസ് തുടങ്ങിയെന്ന്. ഇവനാണെങ്കിൽ കറങ്ങണ്ടേന്ന് ഇറങ്ങിയാലേ ക്ലാസ്സിലോട്ട് കയറും. പിന്നെ നിർബന്ധിച്ചാൽ വാശി കയറി പിന്നെ കരച്ചിലാവും. വെറുതെ ഇവൻ കരയുന്നാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സിസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് അവൻ വേഗം ഓടിച്ചെന്നു. ഈ സിസ്റ്ററാണ് ആഞ്ചലീന. ഈ സിസ്റ്റർ നല്ല കെയറിങ് കേട്ടോ. ഇവൻ്റെ ക്ലാസ് ടീച്ചറും നല്ല കെയറിങ്ങാണ്. ആ ഫ്ലവർ സിസ്റ്റർ. പിന്നെ ഞാൻ നൈസായി ബാക്കോട്ട് അടിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പോകാൻ നേരത്ത് ജനലിലോട്ടൊന്ന് പോയി നോക്കും. അപ്പോൾ അവൻ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. എന്നാലും മുഖത്ത് അത്ര തെളിച്ചുമില്ല. മമ്മ പുറത്ത് നിൽക്കണേ 100 വട്ടം പറഞ്ഞിട്ടാണ് അകത്ത് പോയത്. കറക്റ്റ് 3 മണിക്ക് സ്കൂൾ വിട്ടതും ഞാനവിടെ എത്തി. നല്ല ജനലിലൂടെ എത്തി നോക്കുമ്പോൾ എൻ്റെ മോനത് ആ ബാഗൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിരിക്കും പോകാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഡ്രൈവേഴ്സ് കൂട്ടാൻ വന്ന കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കുറച്ച് നേരം പുറത്ത് വന്നു. കുട്ടികൾ ഇറങ്ങി ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മോനത് അന്യം നോക്കി നിൽക്കുക. ഇപ്പം അടുത്തോട്ട് വന്നൊരു വിളിയുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആണെങ്കിലും പോവുകയാണെങ്കിലും കുറച്ച് നേരം ഒന്ന് കളിക്കണം. അത് കളിക്കാനാണ് അങ്ങോട്ട് ഓടുന്നത്.
അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. മഴയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റി. വെരി ഗുഡ് എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ, സ്റ്റാറൊക്കെ കിട്ടിയതല്ലോ, അടിപൊളി. നോക്കട്ടെ, കൺഗ്രാറ്റുലേഷൻസ്. നാളെ ഡാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി ഫുഡ് കൊടുത്തിട്ടേ വിടുണ്ടു എന്ന് പ്രത്യേക സിസ്റ്റർ എഴുതി വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോളം കഴിക്കാം. എൻ്റെ മോന് ചോളം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം കാണുമ്പോൾ വാങ്ങി വെക്കാറുണ്ട്. വെരി ഗുഡ് വാങ്ങിയ കുട്ടിക്ക് കൺഗ്രാറ്റ്സ്. വെൽക്കം. അടുത്ത ഡിമാൻഡ്, ഞാൻ സ്കൂൾ വിട്ട് വന്നല്ലേ മമ്മ, കുറച്ച് കാർട്ടൂൺ വെച്ച് തന്നാ. ടോം ആൻഡ് ജെറി വെക്കാ പ്ലീസ്. കുരങ്ങൻ്റെ ഇത്ര ഇഷ്ടം. ഇതിലെന്താ ഇത്ര മാത്രം ഉള്ളതെന്നറിയില്ല, എന്നാൽ ഇവൻ ഈ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടം. ഞാനും ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്തായാലും കുറച്ച് റാനു ഈ കാർട്ടൂൺ കാണട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്ത് കളിക്കാൻ പോകാൻ. അങ്ങനെ കുറച്ച് നേരം കാർട്ടൂൺ കണ്ടിട്ട് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി. കുറച്ച് നേരം റാനുവിന് സൈക്കിൾ ഓടിക്കും. ഇതൊക്കെയാണ് റാനുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.